നമസ്കാരം. ദീപാലിക കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കൈകൊണ്ടുള്ള മുട്ടിനാണ്. ഇപ്പോൾ എല്ലാ ഐറ്റവും ഞങ്ങൾ കഴിഞ്ഞ 2-3 വീഡിയോ ചെയ്തു. ഇത്തവണ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാലിൻ്റെ മുട്ടുകാൽ പ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എല്ലാം വന്നത് വെട്ടുകൈ പ്രയോഗമായിട്ടാണ്. കളരിയിൽ വന്ന വെട്ടുകൈ പ്രയോഗം അതാണ് പറയുന്നത്. വെള്ളை കുറുകൈ എന്നൊക്കെ പറയും. പെട്ടെന്ന് സ്റ്റാർട്ടനായിട്ട് ആളെ കളയുക. അപ്പോൾ ഇതിൻ്റെ അത് ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ഇതിൻ്റെ അത് 2 പുതിയ ഐറ്റമാണ്. ഒരെണ്ണം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ ചേർത്ത് മറ്റേത് കൂടെ ഒരെണ്ണം കൂടെ ചെയ്യണമായിരുന്നു. അത് അന്ന് ഞാൻ ചെയ്തില്ല. പിന്നെ നിങ്ങളോട് ഇത് ജോയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോയിലായിട്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് കാണിച്ചാൽ, ഒന്ന് അടിച്ച് എടുത്ത് കണ്ട ഈ വശം കൊണ്ട് ഇത് പെടലിക്ക് ഇതിവിടെ വെട്ടി വളച്ച് കാണാം. വളച്ചിട്ട് ഒറ്റടി വശം. അപ്പോൾ ഇടിക്കുന്നത് നമ്മളെപ്പോഴും നെഞ്ചിൻ്റെ ഇടുപ്പിനാണ്. ഇവിടെ ഈ നമ്മുടെ നെഞ്ചിൻ്റെ അടിവശം. അപ്പോൾ നോക്കണം, അതൊന്നുകൂടെ ശ്രദ്ധിക്കാൻ. റെഡി, 1 ബ്ലോക്ക് വെട്ടി ഇടിച്ച് കയറ്റി. ഈ സാധനം തന്നെയാണ് അത് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു വിദ്യയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ വ്യത്യസ്തമായാണ്. അടിച്ച് 1 ഇതുണ്ട്. അടിച്ചിട്ട് ഇത് ഇടത് കാലാണ്. കൈ ഇങ്ങനെ വെച്ച്, കൈ 2 കൈയും വെച്ച് കണ്ട ഒറ്റ. അപ്പോൾ തല വലിച്ച് അടുപ്പിച്ചിട്ട് വന്നിട്ട് ശരിയാണ്. അപ്പോൾ അത് പുതിയ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാതെ. അപ്പോൾ ഇതിനോട് ചേർത്ത് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇത് 6-7 ഐറ്റം ഉണ്ട് മുട്ടുകാല് കയറ്റാൻ, ഒരു കോറുമ്പല്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോകണം. കളരിയുടെ ഒരേ ഭാഗങ്ങൾ പഠിക്കാൻ നേരത്ത് അത് നിങ്ങൾ ഒരേ ഭാഗം ചേർത്ത് പഠിച്ച് തീർത്ത് പോകാനാണ് പറയണം. അങ്ങനെ പഠിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. തടുത്ത് ആ കൈ കഴിച്ച് തന്നെ പെടലിക്ക് അടിക്കണം. പെടലിക്ക് പൊത്തി അടിച്ചിട്ട് ഇടത് കൊണ്ട് ഒറ്റ കയറ്റും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയറ്റുന്നതല്ല, ഇത് ഞാൻ ഇടത് കൈ അടിച്ചത്. അപ്പോൾ എപ്പോഴും പെടലിക്ക് അടിച്ച് വളച്ചെടുത്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുക. നോക്കണം. 1 അറ്റാക്ക് ഇടത്. ഓക്കെ, ഒന്നുകൂടാ. ഫസ്റ്റ് 2 കണ്ടല്ല, ഇവിടുന്ന് റെഡി പൊട്ടിപ്പോവും. ഈ തലക്കാത്ത് കിടക്കണൊക്കെ നിളകും. ഇതാണ് മുട്ടുകാല് കയറ്റാൻ. അതൊന്നുകൂടെ നിസ്സാരവൽക്കരിച്ച് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യണം അത് കാണിച്ചു. 1 തടുത്ത് ക്യാച്ച് ചെയ്തൊന്ന് വെട്ടി വലിച്ചിരുത്തി മുട്ടുകാല കയറ്റി തിരിച്ച് 1 അടിച്ച് കണ്ടല്ലോ. അപ്പോൾ ഇത് 2. മൂന്നാമത്തെ ഒരു നല്ല മർമ്മ പ്രയോഗമാണ്. അത് നമ്മുടെ കൈമുട്ട് വെച്ച് ചെയ്യും, കാലുമുട്ട് വെച്ച് ചെയ്യും, പിന്നെ കൈയുടെ വിരൽ വെച്ചും ചെയ്യും. ആ മർമ്മ സ്ഥലത്ത് തുട ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ ഞരമ്പ്. അവിടെ ഇടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ബ്ലഡ് വരെ തുടക്കാത്ത സ്റ്റോർ ചെയ്യും. നീലപ്പുണ്ടായി ബ്ലഡ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് ഇവിടെ കിടന്ന് മരിക്കപ്പെടും. പണ്ട് പോലീസുകാർ ഒലക്കൊക്കെ ഉരുട്ടുന്നെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഇങ്ങനെ കിടത്തിയിട്ട് ഒലക്ക അപ്പുറം ചവിട്ടി പിടിച്ച് ഉരുട്ടും. അപ്പോൾ ഇവിടുത്തെ ഞരമ്പ് പൊട്ടിയാണ് മരിക്കപ്പെട്ടത്, ഞരമ്പ്. അപ്പം അതിൻ്റെ ഭാഗമാണ് ഇത്. നിങ്ങൾ ചെയ്ത് നോക്കരുത്. ഇത് പോയി മരിക്കുന്ന ഒരു മർമ്മ പ്രയോഗമാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അല്ല കയറിയിട്ട് തുടക്കം വെച്ച് തൊടാസ്ഥി പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒറ്റ അസ്ഥിയാണ് തൊടാസ്ഥി. ഇതൊക്കെ പെട്ടെന്ന് പൊട്ടാറുണ്ട്. പ്രായമുള്ളവരെ തൊടാസ്ഥി ഒന്ന് പയ്യനെ വീണാൽ മതി, ഒടിഞ്ഞു പോകും. അപ്പോൾ അത് ഓർത്തണം. തൊടാസ്ഥിക്ക് അകയാന്നിട്ട് എപ്പോഴും നോക്കണം. പിന്നെ ആളുടെ പൊക്കം വരെ കുറഞ്ഞു പോകും. അപ്പോൾ നോക്കണം. റെഡി 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അപ്പം നമ്മൾ 2 കൈ കൊണ്ട് ബ്ലോക്ക് പിടിച്ചെടുത്തിട്ടാണ് ഈ കാല് കയറ്റി വെച്ച് അടിക്കണം. കയറ്റി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാലിന് ഈ തൊടയുടെ ഇവിടെ അടിച്ച് കയറ്റിയേ ഒന്ന് മുട്ട് വെച്ച് അവിടെ വെച്ച് ഇത് ഇടിച്ചു ഒടിഞ്ഞു പോകും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അത് ചെയ്യേണ്ട കാര്യം. റെഡി 1 ഇടിക്കുക, 2 കൈയും കൊണ്ട് ഇടിക്കുക. അപ്പോൾ അത് കണ്ടല്ല, അത് മുട്ടുകാല് കയറ്റാണ്. അത് ഡേഞ്ചറാണ് അറ്റാക്ക്. അത് തന്നെ കൈക്കും ചെയ്യണ രീതിയുണ്ട്, വിരലിനും ചെയ്യണുണ്ട്. ഞാൻ കൈക്ക് ചെയ്യുന്നതൊക്കെ വേറെ വീഡിയോയിൽ ഇടാം. പിന്നീട് ഈ വിരലിനും ചെയ്യണുണ്ട്. അതിങ്ങനെ അടിച്ച് വലിച്ചിട്ട് അവിടെ കുത്തിപ്പിടിക്കും. എന്നിട്ട് ഈ കൈ വലിച്ച് തള്ളും. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിച്ച് ഞാൻ 3 ഒന്നുകൂടെ ചെയ്യാം. ഇപ്പോൾ ചെയ്ത ഒന്നുകൂടെ അടിക്കുക, അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്താൽ ദീടിയ ഇടിച്ച് പൊളിച്ച് കളയും. കയറി തൊടാസി ഇടിച്ച് പൊട്ടിച്ച് കളയും. അപ്പോൾ ഇത് 1, 2 എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം. റെഡി 1 അടിച്ച് വെട്ടിത്ത ഇടിച്ച് കയറ്റണം. റെഡി 2 1 2 3. ഓക്കെ, ഇങ്ങനെ 3 അറ്റാക്കാം. ഇത് നിങ്ങൾ ഈ ബലം പിടിച്ചൊന്നും ചെയ്യണ്ട. ബലം പിടിച്ച് ചെയ്യാൻ വേണ്ട. നമ്മൾ നിരന്തരം ഇത് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് വിത്ത് അറ്റാക്ക് അത് ചെയ്ത് പഠിച്ചിട്ട്
കരുത്ത്, ശത്രുവിൻ്റെ മുമ്പിലേക്ക് കരുത്ത് കാണിക്കാം. ഇത് ചെയ്ത് പഠിക്കാൻ നേരത്തെ സ്ലോയിൽ നോക്കണം. 1 അടിച്ചു പിടിപ്പിക്കുക. 2 1 2 3 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അപ്പോൾ ഇങ്ങനെ സ്ലോയിൽ പഠിച്ചിട്ട് ആക്ഷൻ റെഡിയാണ്. ആരും ഇല്ലെങ്കിൽ, നമുക്ക് ജോഡി ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഒരു വലിയ കണ്ണാടി മേടിച്ച് വെക്കുക. എന്നിട്ട് അതിൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാൻ റെഡിയാണെന്ന് നോക്കി ചെയ്യുക. അങ്ങനെയാണ് കണ്ണാടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കളരിൽ, കരാട്ടെ ക്ലാസ്സിൽ എവിടെ വേണമെങ്കിൽ കണ്ണാടി വെക്കാം. കണ്ണാടി വെക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ചെയ്യേണ്ട വിദ്യ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ തന്നെ നോക്കി ചെയ്യുക. അത് ഇച്ചിരി വലിയ കണ്ണാടിയാണെങ്കിൽ ഭംഗിയായിരിക്കും. എന്നിട്ട് പിന്നെ ഒരാളെ നിർത്തി ചെയ്യാൻ നേരത്ത് നമുക്ക് ചെയ്യണത് അവിടെ നോക്കി ചെയ്യാം. അപ്പം അങ്ങനെ ക്ലിയറാക്കി. അപ്പം നമ്മൾ കണ്ണാടി ഏറ്റവും നല്ല അഭ്യസിക്കുന്ന നല്ലതാണ്. കണ്ണാടി നോക്കി ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. റെഡി? 1 2 3 അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഈ വീടൊക്കെ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഈ അറ്റാക്കൊക്കെ സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഒരുപാട് ഐറ്റം ചെയ്യാൻ കിടക്കുന്നത്. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.